നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിനെതിരെ സമരം ശക്തമാക്കി കോൺഗ്രസ്. സ്ഥാപനം പ്രവർത്തിക്കുന്ന മാട്ടായിയിൽ രണ്ടാം ഘട്ട സമര പരിപാടികൾ തുടങ്ങി. തട്ടിപ്പിന് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടിയുണ്ടാകും വരെ സമരം തുടരുമെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കീഴിലുള്ള പനമണ്ണ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP. ആവശ്യമുന്നയിച്ച് BJP വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. റോഡിൽ കുത്തിയിരുന്ന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അമ്പലപ്പാറ കണ്ണമംഗലത്ത് മധ്യവയസ്കനെ സുഹൃത്ത് വെട്ടിക്കൊന്നത് മദ്യലഹരിയിലെന്ന് പോലീസ്. കടമ്പഴിപ്പുറം സ്വദേശി രാമദാസ് കൊല്ലപ്പെട്ടത് ഇന്നലെ വൈകിട്ട്. പ്രതി കണ്ണമംഗലം സ്വദേശി ഷൺമുഖനെ പോലീസ് പിടികൂടിയത് മണിക്കൂറുകൾക്കകം. ഇൻക്വസ്റ്റ് നടപടികൾ ശനിയാഴ്ച രാവിലെ പൂർത്തിയായി. കോട്ടായി പെരിങ്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ വെടിക്കെട്ട് അപകടത്തിൽ 7 പേർക്ക് പരിക്ക്. അപകടം ഓലപ്പടക്കത്തിൽ നിന്ന് തീപ്പൊരി കരിമരുന്നിലേക്ക് തെറിച്ച്. പലർക്കും പരിക്കേറ്റത് സമീപത്തെ കെട്ടിടത്തിലെ ഓട് തെറിച്ച്. മലമ്പുഴ ഡാമിനോട് ചേർന്ന് സ്ഥാപിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് വിഷയത്തിൽ പ്രതികരണവുമായി A. പ്രഭാകരൻ MLA. മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് കരുതുന്നില്ല. എതിർപ്പ് ഏതു പദ്ധതിയെയും ആദ്യം എതിർക്കുന്നവരുടെ ഭാഗത്തുനിന്നു മാത്രമെന്നും MLA. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് തടയാൻ തടസ്സമാകുന്നത് കേന്ദ്ര നിയമങ്ങളെന്നും A. പ്രഭാകരൻ. RSS നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്. ആഭ്യന്തരം നിയന്ത്രിക്കുന്നത് വത്സൻ തില്ലങ്കേരി. എത്ര കേസെടുത്താലും വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടം തുടരുമെന്നും KS ജയഘോഷ്. പിരായിലെ പെട്രോൾ പമ്പ് കവർച്ചാ കേസ് അന്വേഷണത്തിനിടെ തെളിഞ്ഞത് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന മോഷണ കേസുകൾ. കേസുകൾക്ക് തുമ്പുണ്ടായത് പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലായ പ്രതി ചാവക്കാട് സ്വദേശി റിംഷാദിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ. പമ്പ് കവർച്ചാ കേസിൽ തൊണ്ടി മുതൽ വിൽക്കാൻ പ്രതിയെ സഹായിച്ച പാലക്കാട് സ്വദേശിനിയും അറസ്റ്റ്. പ്രാർത്ഥനയോടെ ക്രൈസ്തവ സമൂഹം. വിശുദ്ധ വാരാചരണത്തിന് സമാപ്തി കുറിച്ച് ഞായറാഴ്ച ഈസ്റ്റർ. ഉയർപ്പ് തിരുനാൾ പ്രത്യാശയുടെ ഉത്സവം. വാർത്തകൾ വിശദമായി. മാട്ടായിയിൽ പ്രവർത്തിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട സമരം മാട്ടായിയിൽ ആരംഭിച്ചു. നടപടിയുണ്ടാകും വരെ സമരം തുടരുമെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ പറഞ്ഞു. തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘ ഭരണസമിതിയിലെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയവരെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യുക, പാവപ്പെട്ട നിക്ഷേപകരുടെ പണം ഉടൻ തിരികെ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൃത്താല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാട്ടായ സെൻട്രൽ സമരം സംഘടിപ്പിച്ചത്. നേരത്തെ സംഘം ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു. ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് രണ്ടാം ഘട്ട സമരം ആരംഭിച്ചത്. പ്രതിഷേധ സംഗമം KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തട്ടിപ്പ് നടത്തിയവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും നടപടിയുണ്ടാകും വരെ കോൺഗ്രസ് സമരം തുടരുമെന്നും CV ബാലചന്ദ്രൻ പറഞ്ഞു. ഈ സംഘത്തിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. CMPയുടെ നേതാവായിരുന്ന ശ്രീ നാരായണന്റെ സഹധർമ്മിണി, എന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അവർ പ്രസിഡന്റായി ആരംഭിച്ച വനിതാ സഹകരണ സംഘമാണ്. ആ സംഘം അതിന്റെ പല ഘട്ടങ്ങളിലും നഷ്ടത്തിലായിരുന്നിട്ട് പോലും ഈ സംഘം ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈവശം എത്തിയത് ഒരുപക്ഷെ ചാങ്ങാട്ടിയിലെ പലർക്കും ഓർമ്മയുണ്ടാകും. വലിയ പോലീസ് സന്നാഹത്തോടുകൂടി നടന്നൊരു തെരഞ്ഞെടുപ്പ് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഞാനൊക്കെ വന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ നാരായണന്റെ ബേക്കറിയിൽ ഒരു ബോർഡ് വെച്ച് വനിതാ സഹകരണ സംഘം തൃത്താല എന്നൊരു, അതാണ് അതിന്റെ ഓഫീസ്. അദ്ദേഹത്തിന് ഒരു ബേക്കറി ഉണ്ടായിരുന്നു ഞാങ്ങാട്ടി സെന്ററിൽ. മാർക്സിസ്റ്റ് വലിയ പാർട്ടി വലിയ വ്യഗ്രത കാണിച്ചുകൊണ്ട്, വലിയ തിടുക്കം കാണിച്ചുകൊണ്ട്, CMP അന്ന് കോൺഗ്രസ് മുന്നണിയിലാണ്, UDF മുന്നണിയിലാണ്, വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചെയ്തുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. PV മുഹമ്മദ് അലി, K വിനോദ്, K ഷംസുദ്ദീൻ, TA നഹാസ്, H നാരായണൻ, സലീം മാട്ടായ, A സലീം, PM മോഹൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കീഴിലുള്ള പനമണ്ണ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ബി.ജെ.പി. ആവശ്യമുന്നയിച്ച് ട്രഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി. വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പനമണ്ണ വട്ടനാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ട്രഞ്ചിങ് ഗ്രൗണ്ട് റോഡിൽ പോലീസ് തടഞ്ഞു. തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന യോഗം ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി. വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മാർച്ച് വെച്ചത് ഇവിടെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള കൺകെട്ട് വിദ്യയുമായിട്ടാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ആളുകൾ തയ്യാറായിട്ടുണ്ട്. എനിക്ക് വളരെ വിഷമം തോന്നുകയാണ്. കുറെ അമ്മമാരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. MP രാജേഷിന്റെ മുമ്പിൽ അണിനിർത്തുന്ന അമ്മമാരെ അണിനിർത്തുമ്പോൾ എന്തിനാണ് MP രാജേഷ് ഇവിടെ വരുന്നത്? ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വല്ല കാര്യമുണ്ട്? ഇവിടെ പൂന്തോട്ടം ഉണ്ടാക്കുമ്പോൾ പൂന്തോട്ടത്തിന്റെ അടിയിൽ കിടക്കുന്നത് മണ്ണല്ല, പ്ലാസ്റ്റിക്കാണ്. അമ്മമാര് ആ പ്ലാസ്റ്റിക് നീക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ജൈവ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി ഈ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഭരിച്ച ഇടതുപക്ഷം, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി, ഇവിടെ 3 കരാർ കൊടുത്തു. ബി.ജെ.പി. ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ടി. ശങ്കരൻകുട്ടി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഇ.പി. നന്ദകുമാർ, പി. സത്യഭാമ, കെ.വി. ജയൻ, പി. രഞ്ജിത്ത്, കെ. പ്രമോദ് കുമാർ, എസ്. സ്വരൂപ്, പി. കൃഷ്ണകുമാർ, എ.പി. പ്രസാദ്, പി. ജയരാജ് എന്നിവർ നേതൃത്വം നൽകി. യോഗത്തിനു ശേഷം റോഡ് ഉപരോധിച്ച നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം പ്രതിഷേധ പരിപാടിയിലോ പനമണ്ണയിലെ മാലിന്യ സംസ്കരണശാലയിലെ ഉദ്ഘാടന ചടങ്ങിലോ ബി.ജെ.പി. കൗൺസിലർമാരാരും പങ്കെടുത്തില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. RSSന്റെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ മടിച്ചു നിന്ന പോലീസാണ് ധൃതി പിടിച്ച് തനിക്കെതിരെ കേസെടുത്തതെന്നും ജയഘോഷ് പറഞ്ഞു. വിവരാവകാശം ലഭിക്കാനായി സമർപ്പിച്ച അപേക്ഷയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ പോലീസ് കേസെടുത്തത് RSS നിർദ്ദേശപ്രകാരമാണ്. ആഭ്യന്തരം നിയന്ത്രിക്കുന്നത് വത്സൻ തില്ലങ്കേരിയാണ്. പോലീസിനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. മർദ്ദിച്ച പോലീസുകാരെ തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. ഹെഡ്ഗേവാറിന്റെ പേര് മാറ്റുന്നതുവരെ പാലക്കാട് നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് പറഞ്ഞു. പോലീസും പോലീസിന്റെ സഹായത്താൽ സംഘപരിവാറും ഭീഷണിപ്പെടുത്തിയാൽ പേടിച്ചോടുന്നവരല്ല യൂത്ത് കോൺഗ്രസ്. എത്ര കേസെടുത്താലും സംഘപരിവാറിനും വർഗീയ ശക്തികൾക്കുമെതിരെയുള്ള പോരാട്ടം തുടരും. DCC ഓഫീസിന് നേരെ മാർച്ച് നടത്തിയവർക്കെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത പോലീസ് BJP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയവർക്കെതിരെ മറ്റു വകുപ്പുകളാണ് ചുമത്തിയത്. ഇതുതന്നെ പോലീസ് RSSനെ സഹായിക്കുന്നു എന്നതിന് തെളിവാണെന്നും ജയഘോഷ് പറഞ്ഞു. അവകാശം കൊടുത്ത അതേ സാധനമാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അതിൽ ഒരാളെയും വ്യക്തിപരമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. എന്തിനാണ് കേരളത്തിലെ പോലീസ് RSSനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സമീപനം എടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നതാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാനുള്ളത്. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരള ഖജനാവിൽ നിന്നല്ലേ, BJPയുടെ ഓഫീസിൽ നിന്നല്ലല്ലോ. ഇവരതിലെ വസ്തുനിഷ്ഠമായി അന്വേഷണം നടത്തണ്ടേ? ഇവിടെ ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഞാൻ പാലക്കാട് SP പരാതി കൊടുത്ത് 5 ദിവസം കഴിഞ്ഞിട്ടും അതിൽ കേസെടുത്തിട്ടില്ല. 6ാമത്തെ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJP നടത്തിയ കൊലവിളി പ്രസംഗത്തിൽ കേസെടുത്തത്. അതിലൊന്നും കാണിക്കാത്ത അത്ര ധൃതി മിനിഞ്ഞാന്ന് ഞാൻ പോസ്റ്റ് ഇട്ടു. ഇന്നലെ എനിക്കെതിരെ FIR ഇട്ട് കേസ് ചാർജ് ചെയ്തു. നിങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. വരുന്ന നാളുകളിലുമൊക്കെ സംഘപരിവാറിനെതിരെ, ഈ രാജ്യത്തെ വർഗീയ ശക്തികൾക്കെതിരെ, ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. അതിന് എന്ത് കോംപ്രമൈസിനും ഞങ്ങളില്ല. വിഷയം ഇനിയും ആ പേരിട്ട് മുന്നോട്ട് പോകാനാണ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും അതിനെതിരെ വീണ്ടും സമരപരിപാടികൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
അമ്പലപ്പാറ കണ്ണമംഗലത്ത് മധ്യവയസ്കനെ സുഹൃത്ത് വെട്ടിക്കൊന്നത് മദ്യലഹരിയിലെന്ന് പോലീസ്. ഇന്നലെ വൈകുന്നേരമാണ് കണ്ണമൈപ്പുറം സ്വദേശി 54 വയസ്സുള്ള രാമദാസ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കണ്ണമംഗലം സ്വദേശി ഷൺമുഖനെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായത്. കണ്ണമംഗലത്ത് ഇന്നലെ വൈകിട്ടാണ് അതിദാരുണമായ കൊലപാതകം നടന്നത്. കടമ്പഴിപ്പുറം സ്വദേശിയായ 54 വയസ്സുള്ള രാമദാസിനെ സുഹൃത്തായ ഷൺമുഖൻ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മദ്യലഹരിയിലാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട രാമദാസ് മറ്റൊരു കൊലപാതക കേസിലെ പ്രതിയാണ്. രാമദാസും ഷൺമുഖനും ദീർഘകാലമായി അടുത്ത പരിചയക്കാരാണ്. രാമദാസിൻ്റെ കടമ്പഴിപ്പുറത്തെ വീട്ടിൽ ഷൺമുഖനും ഷൺമുഖൻ്റെ അമ്പലപ്പാറ കണ്ണമംഗലത്തെ വീട്ടിൽ രാമദാസും സ്ഥിരം വന്നു പോകാറുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇരുവർക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. രണ്ടുപേരും മോഷണം ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളാണ്. ഇവർ തമ്മിൽ മുമ്പുണ്ടായ എന്തെങ്കിലും ഇടപാടുകളിലെ വൈരാഗ്യമാണോ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നും ബന്ധുക്കൾ സംശയിക്കുന്നുണ്ട്. രാമദാസിൻ്റെ 2 കാലുകൾക്കുമാണ് വെട്ടേറ്റത്. ആഴത്തിൽ മുറിവേറ്റിരുന്നു. സംഭവശേഷം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായത്. കൃത്യം നടന്ന അമ്പലപ്പാറയിലെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി പെരിങ്ങുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 7 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം രാത്രി 9:45 അപകടം. വെടിക്കെട്ട് അവസാന ലാപ്പിൽ എത്തിയ ഘട്ടത്തിൽ ഓലപ്പടക്കത്തിൽ നിന്ന് തീപ്പൊരി ചിതറുകയായിരുന്നു. പെരിങ്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ കഴിഞ്ഞ രാത്രിയാണ് വെടിക്കെട്ട് അപകടമുണ്ടായത്. വെടിക്കെട്ട് അവസാന ലാപ്പിലെത്തിയപ്പോൾ ഓലപ്പടക്കത്തിൽ നിന്ന് തീപ്പൊരി ചിതറുകയായിരുന്നു. കതിന പൊട്ടിക്കുന്നതിന് സൂക്ഷിച്ചിരുന്ന കരിമരുന്നിലും ഗുണ്ടിലും ചൈനീസ് പടക്കത്തിലേക്കുമാണ് തീ പടർന്നത്. സമീപത്തെ കെട്ടിടത്തിലെ ഓട് തെറിച്ചാണ് പലർക്കും പരിക്കേറ്റത്. ഞാൻ ഇതിൻ്റെ സൗണ്ടിൽ നമ്മൾ ഇവർ പെട്ടെന്ന് അപ്പുറത്തേക്ക് ഓടിയിട്ട് ആ ഒരു കുതിരയൊക്കെ ഉണ്ടായിരുന്നേ, അതിന് മുകളിൽ പോയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോഴും ബ്ലീഡിങ് വരുന്നത്. അപ്പം ഞാനും വേഗം ഓടിപ്പോയി നിന്നിട്ട് അങ്ങനെ കൂട്ടിട്ട് ശരി വേല കാണാൻ പോയ സമയത്ത് അവിടെ മരുന്ന് പണി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പൊട്ടിത്തെറിച്ച് തലയിൽ വീണു. പെട്ടെന്ന് അവർക്കപ്പോൾ വയ്യാണ്ടായി. അപ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് അങ്ങനെ പടക്കം പൊട്ടിക്കൊണ്ടേയിരിക്കണം, ആർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ. അപകടത്തിൽ നിരവധി പേർക്ക് നിസ്സാര പരിക്കുകളുണ്ട്. കൂടുതൽ പേരും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീടുകളിലേക്ക് മടങ്ങി. സംഭവത്തിൽ കോട്ടായി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അതേസമയം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് അകലം പാലിച്ചാണ് ആളുകളെ നിർത്തിയതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പിരായിരി പെട്രോൾ പമ്പ് കവർച്ചാ കേസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന മോഷണ കേസുകൾ. പിരായിരി പമ്പ് കവർച്ചയുമായി ബന്ധപ്പെട്ട് പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലായ ചാവക്കാട് സ്വദേശി റിംഷാദിനെ വിശദമായി ചോദ്യം ചെയ്തതിലാണ് നിരവധി മോഷണ കേസുകൾക്ക് തുമ്പുണ്ടായത്. പിരായിരി പമ്പ് കവർച്ചാ കേസിൽ തൊണ്ടി മുതൽ വിൽക്കാൻ സഹായിച്ച പാലക്കാട് സ്വദേശിനിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംസ്ഥാനത്തെ നിരവധി പെട്രോൾ പമ്പുകളിലുണ്ടായ മോഷണ കേസുകളും നിരവധി വാഹനമോഷണ കേസുകളും സംബന്ധിച്ച് തുമ്പുണ്ടായത്. എറണാകുളം ജില്ലയിൽ മാത്രം പ്രതി റിംഷാദും സംഘവും ചേർന്ന് 3 പെട്രോൾ പമ്പുകളിൽ മോഷണം നടത്തിയിട്ടുണ്ട്. എറണാകുളത്ത് തന്നെ മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചതായും പാലക്കാട് ജില്ലയിൽ ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് മറ്റൊരു പെട്രോൾ പമ്പിൽ കയറാൻ ശ്രമിച്ചതായും പോലീസ് ചോദ്യം ചെയ്തതിൽ തെളിഞ്ഞു. റിംഷാദും സംഘാംഗമായ മുഹമ്മദ് ഷിഫാനും കൂടി കോയമ്പത്തൂരിൽ നിന്ന് ഒരു മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച് പാലക്കാട്ട് വന്നാണ് നവക്കോട്ടുള്ള പെട്രോൾ പമ്പിൽ കയറി 20,000 രൂപയും ടാബും മോഷ്ടിച്ചത്. മോഷ്ടിച്ച ടാബ് റിംഷാദിനു വേണ്ടി വിറ്റുകൊടുത്തതിനും ഒളിവിൽ താമസിപ്പിച്ച കുറ്റത്തിനും പാലക്കാട് സ്വദേശിനിയെയും പാലക്കാട് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതിയായ മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് ഷിഫാനെയും നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് CCTV കേന്ദ്രീകരിച്ച് ശാസ്ത്രീയമായും ചടുലമായും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി റിംഷാദിനെ പിടികൂടാനായത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS, ASP രാജേഷ് കുമാർ IPS എന്നിവരുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ
വിപിൻ കെ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസിലെ മൂന്നാം പ്രതിയായ പാലക്കാട് സ്വദേശിനിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴ ഡാമിനോട് ചേർന്ന് സ്ഥാപിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ലെന്നാണ് വിശ്വസിക്കുന്നതെന്ന് എ പ്രഭാകരൻ MLA. മണ്ഡലത്തിലെ ജനപ്രതിനിധികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചതെന്നും MLA പറഞ്ഞു. ഈ വിഷയത്തിൽ ആദ്യമായാണ് MLAയുടെ പ്രതികരണം. പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ആഘാത പഠനം നടന്നുവോ ഇല്ലയോ എന്നത് തൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ലെന്നും MLA എ പ്രഭാകരൻ പറഞ്ഞു. കമ്പനി അധികൃതർ തിരുവനന്തപുരത്ത് വെച്ച് രൂപരേഖയും മോഡലും കാണിച്ചു തന്നു. ആധുനിക സംവിധാനത്തോടെ നിർമ്മിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് ദോഷം ചെയ്യില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് പിന്തുണച്ചത്. നോഡൽ ഓഫീസറായിരുന്ന ദിവ്യ എസ് അയ്യർ കലക്ട്രേറ്റിൽ ഉദ്യോഗസ്ഥരുമായും മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്തിട്ടുണ്ട്. പ്ലേഗ്രൗണ്ട്, ക്വാർട്ടേഴ്സ് എന്നീ സൗകര്യങ്ങളോടെയാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. സംസ്കരണത്തിന് ശേഷം അവശേഷിക്കുന്ന മാലിന്യം സിമന്റ് ഫാക്ടറികൾക്കും തെർമൽ പവർ പ്ലാന്റിനും കൈമാറും. ഉയരത്തിൽ നിൽക്കുന്ന പ്ലാന്റിൽ നിന്ന് മഴ പെയ്താലും മാലിന്യം ഡാമിലേക്ക് ഒലിച്ചിറങ്ങില്ല. മാലിന്യങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും സംസ്കരിക്കാൻ പാടില്ലെന്നതാണ് ചില പരിസ്ഥിതിവാദികളുടെ നിലപാട്. മാലിന്യ പ്രശ്നം രൂക്ഷമായി ഉണ്ടാക്കുന്ന ഇമേജിനെതിരെ ഇവരാരും മിണ്ടുന്നില്ല. ഖരമാലിന്യ പ്ലാന്റിന്റെ ദോഷഫലങ്ങൾ പ്ലാന്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയാലേ അറിയാൻ കഴിയൂവെന്നും MLA പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി മാഡം, ഇത് ജനങ്ങളുടെ ആശങ്കയാക്കണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് പാലക്കാട് കളക്ടറേറ്റ് അന്ന് ചിത്ര കളക്ടറായിട്ട് അതിനായിട്ട് ഒരു വിശദീകരണം നടത്തി. അത് പോരാ, എൻ്റെ മണ്ഡലത്തിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് മണ്ഡലത്തിലെ ജനപ്രതിനിധികൾക്ക് കൂടി അവർക്ക് ഇതിൻ്റെ സംശയ നിരൂപണത്തിന് പറ്റുന്ന രീതിയിൽ ഈ വിഷയത്തിൽ ഒരു സഹായം ചെയ്യണം പറഞ്ഞു. അത് വന്നു. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഒരു മീറ്റിംഗ് ആ പഞ്ചായത്തിലെ മെമ്പർമാരെയും അതുപോലെ തന്നെ അവിടുത്തെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഞാനും അടക്കം പങ്കെടുത്ത്, കുറേ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്ത് അവരതിൻ്റെ പ്രോജക്റ്റ് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. എന്നിട്ട് ഈ വിഷയം ബോധ്യപ്പെടുത്തി. സത്യത്തിൽ അവർ പറഞ്ഞതിനനുസരിച്ച്, എനിക്കറിയില്ല, അതിൻ്റെ പറഞ്ഞതിനനുസരിച്ച് അതിൻ്റെ മുകളിലിപ്പോൾ പ്ലേ ഗ്രൗണ്ട്, ക്വാർട്ടേഴ്സ് ഇതടക്കം വരും. അതിൽ നമ്മൾ സംസ്കരിക്കുന്ന സാധനം സിമൻറ്റ് ഫാക്ടറികൾക്കും അതുപോലെ തന്നെ തെർമൽ പവർ സ്റ്റേഷനൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു മോഡലും കാണിച്ചു തന്നു. സ്വാഭാവികമായും വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ മറ്റൊരു അഭിപ്രായം പറയാം, ഇത് എവിടെയെങ്കിലും കൊണ്ട് സംസ്കരിക്കണ്ടേ? ഭൂമിയിൽ എവിടെയും പറ്റില്ല എന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രക്ഷോഭം ഉണ്ടാക്കിയ മലമ്പുഴ ഡാമല്ലേ കിടക്കുന്നത്. ഡാമിലേക്ക് പോകണം. നിങ്ങൾ ഡാം കണ്ടിട്ടുണ്ട്? ഈ പ്രദേശത്ത് ഒരു കാരണവശാലും മഴ പെയ്താൽ വെള്ളം ഡാമിലേക്ക് ഒഴുകില്ല. മനസ്സിലായില്ല? അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഇമേജ്. നിങ്ങൾ ആരും അത് പറയുന്നില്ല. ഇമേജ് ഉണ്ട്. അവരവിടെ കൂട്ടിവെച്ച് ആ എന്താണ് നമ്മുടെ റോഡ് വന്ന കാലത്ത് പല ഒരു ആകാശം മുട്ടുന്ന ദൂരത്ത് അവരെന്നെ തീ വെച്ചു. എന്നിട്ട് പറഞ്ഞു കാട്ടുതീ എന്നതാണ്. അതിനാരും അതിനെതിരായിട്ട് പറയുന്നില്ല. ഇത് ആധുനികമായി സംവിധാനങ്ങളോടുകൂടി സംസ്കരിക്കാനുള്ള ഒരു പുതിയ പ്ലാന്റ് വരുമ്പോൾ അതിനെതിരായിട്ട് ചില പരിശീലിക്കാനും ചിലരൊക്കെ പറയാം. മലമ്പുഴ ഡാമിനോട് ചേർന്ന് വരുന്ന ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിനെക്കുറിച്ച് ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നേരത്തെ MLA എ പ്രഭാകരനും ഉദ്യോഗസ്ഥരും വ്യക്തമായ ഉത്തരം നൽകിയിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഖഫ് ഭേദഗതി ബില്ല് ഭരണഘടനയ്ക്ക് വിരുദ്ധമെന്ന് ചേലക്കോട് മഹല്ല് ഖത്തീബ് അഡ്വക്കേറ്റ് ഷമീം അൻവരി. SKSSFന്റെ നേതൃത്വത്തിൽ ഈ മാസം 29-ന് തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയുടെ ജില്ലാതല പ്രചരണോദ്ഘാടനം ചെറുതുരുത്തി ചുങ്കത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ഷമീം. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിത്തറ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും അതിനു നേരെയുള്ള കടന്നുകയറ്റമാണ് വഖഫ് ഭേദഗതി ബില്ലെന്നും ആ നിലയ്ക്ക് ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും അഡ്വക്കേറ്റ് ഷമീം അൻവരി പറഞ്ഞു. 5 വർഷം ഇസ്ലാം പ്രൊഫസ് ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതത്തിൽ നിന്ന് കൺവേർട്ടായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കഴിയാതെ അവന് ഈ വഖഫ് ഡെഡിക്കേഷൻ, പെർമനന്റ് ഡെഡിക്കേഷൻ സാധ്യമാകില്ല എന്ന് വരുന്നു. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് അത് ഭരണഘടനയ്ക്കെതിരെയുള്ള കടന്നുകയറ്റമാണ്. ആർട്ടിക്കിൾ 25 വ്യക്തമായി പറയുന്നത് ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് എന്നാണ്. ഈ രാജ്യത്തിലെ ഏതൊരു ജനവിഭാഗത്തിനും മനസാക്ഷിക്കനുസരിച്ചുകൊണ്ട് മതം പ്രാവർത്തികമാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണം. അവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലേക്ക് വന്ന് 5 വർഷം പൂർത്തിയാക്കണമെന്ന് പറയുന്ന നിബന്ധന തിട്ടൂരം കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കരുത്, ഏക സിവിൽ കോഡ് ബഹുസ്വരതയെ തകർക്കും, വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി
ഈ മാസം 29-നാണ് സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂരിൽ ബഹുജന റാലി സംഘടിപ്പിക്കുന്നത്. റാലിയുടെ ജില്ലാതല പ്രചരണോദ്ഘാടനമാണ് ചെറുതുരുത്തിയിൽ നടന്നത്. ചടങ്ങിൽ SKSSF ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫൈസ് തങ്ങൾ അധ്യക്ഷനായി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PA അമീർ, CPM ഏരിയ കമ്മിറ്റി അംഗം PM സുലൈമാൻ, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം, വൈസ് പ്രസിഡന്റ് MS മുഹമ്മദ് കുട്ടി ഹാജി, സമസ്ത എംപ്ലോയ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് ഷാഹിദ് കോയ തങ്ങൾ, SKSSF തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി KM ഹുസൈൻ, ദേശമംഗലം മേഖലാ സെക്രട്ടറി ഷുഹൈബ്, സുന്നി മഹല്ല് ഫെഡറേഷൻ മുള്ളൂർക്കര റേഞ്ച് സെക്രട്ടറി PK മൂസ, സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ വൈസ് പ്രസിഡന്റ് BAM അജ്മൽ ബാക്കവി, ദേശമംഗലം റേഞ്ച് സെക്രട്ടറി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മുള്ളൂർക്കര റേഞ്ച് ചെയർമാൻ MM സിദ്ദീഖ് മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളത്തെ ഫുട്ബോൾ കളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കുറുക്കൻപാറ സ്വദേശി 44 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ വടക്കേക്കാട് ഞമനങ്ങാട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 10 വയസ്സുകാരൻ ചികിത്സയിലിരിക്കെ മരിച്ചു. കുന്നുമേൽ വീട്ടിൽ സുബൈറിൻ്റെ മകൻ ജാബിറാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 11:30യോടെയാണ് വീട്ടിലെ മുറിയിലെ ജനാലയിൽ കുട്ടിയെ ഷാളിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. വീട്ടുകാർ ആദ്യം കുന്നംകുളത്തെയും പിന്നീട് തൃശൂരിലെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നലെ രാത്രി മരണപ്പെടുകയായിരുന്നു. വടക്കേക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യയുടെ അഭിമാനമാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് മുഹമ്മദ് മുഹസിൻ MLA. പട്ടാമ്പിയിൽ അംബേദ്കർ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. അംബേദ്കറുടെ സ്മരണകൾ പോലും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവർ ഇന്ന് സമൂഹത്തിലുണ്ടെന്നും MLA പറഞ്ഞു. ഒരു സാധാരണ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ അർഹതയില്ലാത്ത തരത്തിൽ ജാതി വ്യവസ്ഥയിൽ മാറ്റി നിർത്തപ്പെട്ട തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് ഉയർന്നു വന്ന് പോരാട്ടം നടത്തി ഇന്ത്യയിൽ പഠനം നടത്തി, ഇന്ത്യക്ക് പുറത്ത് ലണ്ടനിലും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠനം നടത്തി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കഴിവുകൾ തെളിയിച്ച് അതിനുശേഷം നമുക്കൊക്കെ അഭിമാനമാകുന്ന രീതിയിൽ ഇന്ത്യ രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ടപ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന ശില്പിയാവുകയും വെറുതെ പേരിന് മാത്രം ശില്പിയാവുകയല്ല, ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ആർട്ടിക്കിളുകളുടെയും ശില്പിയാവുകയും എന്തിനധികം പറയണം. കേരള പട്ടികജാതി പട്ടികവർഗ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി പെൻഷൻ ഭവനിൽ അംബേദ്കർ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. സംഘടനാ പ്രസിഡന്റ് രാജൻ തൃത്താല അധ്യക്ഷത വഹിച്ചു. തൊഴിൽ സാധ്യതയും തൊഴിൽ സംരംഭങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി അസോസിയേറ്റ് പ്രൊഫസർ സിന്ധു ഭാസ്കർ ക്ലാസ് എടുത്തു. അജിത് കുമാർ, ഡോക്ടർ VA പ്രഭാകരൻ, EP കുമാർദാസ്, MP കുമാർ, അഡ്വക്കേറ്റ് ദാമോദരൻ കുറുവാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. 25 വർഷമായി വിളയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയിൽപ്പെട്ട നീലടി സുധാകരനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് തടയാൻ തടസ്സമാകുന്നത് കേന്ദ്ര നിയമമാണെന്ന് A പ്രഭാകരൻ MLA. കേരളത്തിലെ കാട്ടാനശല്യം തടയാൻ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച 1480 കോടിയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ നിരാകരിച്ചെന്നും MLA പറഞ്ഞു. മലമ്പുഴ മേഖലയിലെ കാട്ടാനശല്യം പരിഹരിക്കാനായി ബന്ധപ്പെട്ടവരുമായി നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ടെന്നും MLA പറഞ്ഞു. മുമ്പെങ്ങുമില്ലാത്ത വിധമാണ് കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത്. കിടങ്ങും ഫെൻസിങ്ങും ശാശ്വത പരിഹാരമല്ല. ശാശ്വത പരിഹാരത്തിനായാണ് റെയിൽ ഫെൻസിങ്ങിനായി കേന്ദ്രത്തിന് 1480 കോടിയുടെ പദ്ധതി സമർപ്പിച്ചത്. ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല. മലമ്പുഴയിലെ പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് 74.66 കോടി അനുവദിച്ചത്. ഏകദേശം 1480 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കേരള സർക്കാർ, ഞങ്ങളൊക്കെ ചില MLA-മാർ ബാധിക്കപ്പെടുന്ന പ്രദേശങ്ങളിലെ MLA-മാർ നിയമസഭയിൽ പലതവണ ഉന്നയിച്ചതുകൊണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചു. 10 വയസ്സ് കൂട്ടി അത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഈ റെയിൽ ഫെൻസിങ് ഇടണമെങ്കിൽ അടുത്ത് ആന കടക്കാത്ത രീതിയിൽ വളഞ്ഞും തിരിച്ചൊക്കെ ഇട്ടിട്ട് വേണ്ട കൊണ്ടുപോകുക. എൻ്റെ മണ്ഡലത്തിൽ തന്നെ വാളയാർ മുതൽ കല്ലടിക്കോട് വരെ നീണ്ടു കിടക്കുന്ന പ്രദേശത്ത് ഫെൻസിങ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 500-600 കോടി രൂപ വേണം. അപ്പോൾ അതാണ് സർക്കാർ 1480 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി കേരള ഗവൺമെൻറ് അയച്ചു കൊടുത്തപ്പോൾ ഇത്രയും പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ ഇത് MLA രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം എന്ന് പറയാനേ കുറേ പേരുടെ കേന്ദ്ര ഭരണകക്ഷിൻ്റെ നേതാക്കന്മാരുണ്ട്. ശാസ്ത്രവുമായി ഇതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട്. നിങ്ങൾ ആ മലമ്പുഴയ്ക്ക് പോയ ബോർഡ് കാണാം.
എന്തോ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു എന്ന്. കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചതിന് കാരണമുണ്ട്, അതാരും പറയുന്നില്ലല്ലോ. ഇവിടെ 6 തവണ ഞാൻ സബ്മിഷനും അതുപോലെ ശ്രദ്ധ ക്ഷണിക്കലായിട്ട് അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ച് പിന്നെ ടൂറിസം മന്ത്രിയെ വിളിച്ച് മലമ്പുഴയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഏജൻസിയെ വെച്ച് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ഗവൺമെൻറ് കേന്ദ്രത്തിന് കൊടുത്തു. 74.66 കോടി കൊടുത്ത് അംഗീകരിച്ച് വെച്ചു. ഇവിടെയുള്ള കേന്ദ്ര ഭരണത്തിൻ്റെ പിന്നെ വക്താക്കൾക്കൊന്നും ഇത് അറിയുക പോലുമില്ല. പത്രത്തിൽ വന്നപ്പോൾ ഇവരാണിത് കൊണ്ടുവന്നത് എന്ന രീതിയിൽ കൂടുതൽ RRT സംഘമില്ലാത്തത് പ്രശ്നം ഗുരുതരമാക്കി. MLAക്കെതിരെയും മന്ത്രിക്കെതിരെയും പറയുന്നവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. പുതുശ്ശേരിയിലെ വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിലും കേന്ദ്ര നിസ്സംഗതയാണ്. കാട്ടാന പ്രശ്നം കൂടുതൽ തവണ നിയമസഭയിൽ സബ്മിഷനായും അല്ലാതെയും ഉന്നയിച്ചതുകൊണ്ട് മറ്റ് MLAമാരുടെ പരിഹാസപാത്രമായെന്നും A. പ്രഭാകരൻ MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെൻഷൻകാരോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 51ാം വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. ഷൊർണൂർ മഞ്ഞക്കാട് ഓഫീസിൽ നടന്ന പൊതുയോഗം ഓഫീസ് സെക്രട്ടറി M. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് C. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ CSPക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നവർ മറ്റൊരു സംഘടന രൂപീകരിച്ച സമയത്ത് അതിലേക്ക് പോകുന്നു. എന്നാലും അവർ അവരുടെ അധികാര മെമ്പർഷിപ്പുകളെ നിലനിർത്തി ഈ സംഘടനയുമായി അവർ യോജിച്ച് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരൊക്കെ തന്നെ ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം CSP എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായി ഉള്ള ഒരു പ്രകടനമാണ്. സെക്രട്ടറി MB മോഹനചന്ദ്രൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ PV ഗോപാലകൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. K. വേലായുധൻ സ്വാഗതം പറഞ്ഞു. KK കേശവൻ, R. മണി, N. ലോഹിതാക്ഷൻ, M. രാജഗോപാൽ, K. ചന്ദ്രൻ, MA. അബ്ദുൽ അസീസ്, KC ചന്ദ്രശേഖരൻ എന്നിവർ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തു. ജോയിന്റ് സെക്രട്ടറി P. ആറുമുഖൻ നന്ദി പറഞ്ഞു. കേന്ദ്ര സർക്കാർ പെൻഷൻകാരോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും 8ാം ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ പെൻഷൻകാർക്ക് നിഷേധിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച CCS ബിൽ പിൻവലിക്കണമെന്നും കോവിഡ് കാലത്ത് പിടിച്ചുവെച്ച 18 മാസത്തെ DA/DR ഉടൻ അനുവദിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി സ്ഥാപിച്ച CCTV ക്യാമറകളുടെ ഉദ്ഘാടനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് CCTV സ്ഥാപിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 10ലധികം ക്യാമറകൾ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. CCTV പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ നിർവഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K. റഷീദ് അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീനാകുമാരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിര ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാമദാസ് മാസ്റ്റർ, HMC അംഗങ്ങളായ കരുണാകരൻ, ഷുക്കൂർ, ഹനീഫ, രാജു, ഡോക്ടർ ആശ ജലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. 5 വർഷത്തിലേറെയായി തകർന്നു കിടന്നിരുന്ന മണ്ണൂർ ചോലക്കുന്ന് കുണ്ടുകാവ് റോഡ് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി. 10 ലക്ഷം രൂപ ചെലവിലാണ് ടാറിംഗ് പൂർത്തിയാക്കിയത്. ഏകദേശം 1/2 കിലോമീറ്ററിലേറെ ദൂരം തകർന്ന് യാത്രാ ദുരിതം ഏറെയായിരുന്നു. ഓട്ടോറിക്ഷ പോലും ഈ വഴി വരാൻ മടിച്ചിരുന്നു. കൂടാതെ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി ചാൽ കീറിയതോടെയാണ് റോഡ് പാടെ തകർന്നത്. മുളകുപറമ്പ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും യാത്രാ ദുരിതം പേറിയിരുന്നു. 1-2 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. ടാറിംഗ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് വാർഡംഗങ്ങളായ ഷഫീഖ്, സുനിത എന്നിവർ സന്ദർശിച്ചു. പഞ്ചായത്തിലെ 1-ാം വാർഡിലും 2-ാം വാർഡിലും ഉൾപ്പെട്ട പടിപ്പരക്കാട്, ചോലക്കുന്ന്, മുളകുപറമ്പ്, കുണ്ടുകാവ് റോഡാണ് ഇന്ന് ടാറിംഗ് പുരോഗമിക്കുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടുത്തെ എല്ലാ പ്രദേശവാസികളും നമ്മളെ സ്വീകരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ വാർഡിലെ 1-ാം വാർഡിലെ മെമ്പറും അതുപോലെ തന്നെ 2-ാം വാർഡിലെ മെമ്പറുമായ ഞാനൊക്കെ
ഇവർക്ക് കൊടുത്തിട്ടുള്ള വാക്ക് ഇന്നിവിടെ പാലിക്കപ്പെടുകയാണ്. കാരണം വാഹന ഗതാഗതത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്ന ഈ റോഡ് ഇപ്പോൾ വളരെയധികം നല്ല രീതിയിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് വകയിരുത്തിയിട്ടുള്ളത്. വളരെയധികം സന്തോഷത്തോടു കൂടി ഈ റോഡ് ഇന്ന് തൊട്ട് തന്നെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം തന്നെ വളരെയധികം എല്ലാവർക്കും യാത്രാ സൗകര്യം വളരെയധികം സുഖമായി പോകാൻ സാധിക്കും. റോഡ് ഗതാഗത യോഗ്യമാക്കിയ പഞ്ചായത്ത് അംഗങ്ങളെ പ്രദേശനിവാസികൾ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പോളി ആർത്രൈറ്റിസ് രോഗം ബാധിച്ച് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീജിത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി സുമനസുകളുടെ കാരുണ്യം പ്രതീക്ഷിച്ചു കഴിയുകയാണ് ഒരു കുടുംബം. ഒറ്റപ്പാലം പാലപ്പുറം കിഴക്കുമുറി വീട്ടിൽ സുരേഷ് കുമാറിൻ്റെയും ദാശൈനിയുടെയും മകൻ ശ്രീജിത്ത് എന്ന 20 വയസ്സുകാരൻ. പോളി ആർത്രൈറ്റിസ് രോഗം ബാധിച്ച് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലാണ് ശ്രീജിത്ത് ഇപ്പോൾ. സന്ധികളിൽ ബാധിച്ച പോളി ആർത്രൈറ്റിസ് രോഗം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വ്യാപിക്കാതിരിക്കാൻ 15 ലക്ഷം രൂപ ചികിത്സാ ചെലവ് വരുന്നുണ്ട്. ക്യാൻസർ 3ാം ഘട്ട ചികിത്സയിൽ കഴിയുന്ന അച്ഛനും അനുജത്തിയും അമ്മയും ചേട്ടനുമടങ്ങുന്ന കുടുംബം നിത്യവൃത്തിക്ക് പോലും സാധിക്കാത്ത സ്ഥിതിയിലാണെന്നതാണ് വിധിയുടെ ക്രൂരതയായി മാറിയത്. കുറച്ചൊക്കെ വീട് വിറ്റ് കുറച്ച് സ്ഥലത്തൊക്കെ വിറ്റിട്ട് കുറച്ച് പൈസ അടച്ചു. ഇനി ബാക്കി കടം കുറച്ചുകൂടി ഉണ്ട്. അത് ചെയ്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ചെയ്ത് അവരെയും കൂടെ ആവണമെങ്കിൽ ഏത് സഹായിക്കണമെന്ന് വിചാരിക്കുന്നു. ശ്രീജിത്തിന്റെ ചികിത്സാ സഹായത്തിനായി ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ രാജേഷിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ ജയരാജൻ, ഉദയപ്രകാശ് സെക്രട്ടറിയായും മണികണ്ഠൻ ട്രഷററായും ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് ഒറ്റപ്പാലം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സുമനസ്സുകൾ അക്കൗണ്ട് നമ്പർ 4390908479 IFSC SBI N 00000257 എന്നതിലേക്ക് കഴിയാവുന്ന സഹായങ്ങൾ എത്തിക്കണമെന്ന് ചികിത്സാ സഹായ സമിതി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിലേക്ക്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്ര മർമ്മമാണ് പുനരുദ്ധാനം. ദുഃഖവെള്ളി ആചരണത്തിനു ശേഷം ഉയർപ്പ് തിരുനാളിനായി പ്രാർത്ഥനയോടെ കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. വിവിധ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക ചടങ്ങുകൾ നടന്നിരുന്നു. ലോകരക്ഷകൻ ഉയർത്തെഴുന്നേറ്റതിൻ്റെ സ്മരണകളുമായി ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകമെങ്ങുമുള്ള ക്രിസ്തുമത വിശ്വാസികൾക്ക് വിശ്വാസത്തിൻ്റെ ആധാരം തന്നെ ഉയിർപ്പാണ്. വിശ്വാസിയെ സംബന്ധിച്ച് കുരിശിൻ്റെ വഴിയാണ് മോക്ഷത്തിലേക്കുള്ള പാത. വിശുദ്ധ വാരാചരണത്തോടെയാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. നിറഞ്ഞ പ്രാർത്ഥനകളോടെ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ക്രൈസ്തവർ ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ കഴിഞ്ഞ ദിവസം കുരിശിൻ്റെ വഴി പ്രദക്ഷിണം നടന്നു. ഒറ്റപ്പാലം സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ രാവിലെ 8 മണിയോടെ ദുഃഖവെള്ളി ശുശ്രൂഷകൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് യേശുവിൻ്റെ കബറടക്ക ശുശ്രൂഷകൾ നടന്നു. പള്ളിക്കുള്ളിൽ നടന്ന സ്ലീബ പ്രദക്ഷിണത്തിനും മറ്റ് ചടങ്ങുകൾക്കും ശേഷം 3 മണിയോടെ ചടങ്ങുകൾ സമാപിച്ചു. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ തോമസ് ജോൺ തടത്തിൽ, മറ്റ് ക്രമീകരണങ്ങൾക്ക് ട്രസ്റ്റി ജീൻസ് പി താണിക്കൽ, സെക്രട്ടറി മനോജ് സ്റ്റീഫൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ ആദ്യഘട്ട താക്കോൽദാനം പൂർത്തിയായി. ശേഷിച്ച 2 വീടുകളുടെ താക്കോൽദാനം ഈസ്റ്റ് മനശ്ശേരി കൈലാസം ക്ലബ്ബിൽ വി കെ ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. दीप ज्योति नमोस्तुते
ആർദ്രമായിരിക്കണം മനുഷ്യൻ. ആർദ്രമായ മനുഷ്യൻ്റെ ആ ഒരു പ്രകടനത്തെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഒരുപാട് സ്വത്ത് സമ്പാദിച്ചവരുണ്ട്, ഒന്നുമില്ലാത്തവരുണ്ട്, എല്ലാവരും മനുഷ്യരല്ല. മഹാത്മാഗാന്ധി പറഞ്ഞു പല ഭാഷയിൽ സംസാരിക്കാൻ അറിയുന്നവരുണ്ട്, പല സംസ്കാരവുമുണ്ട്, പല രാജ്യമുണ്ട്, പല നിറമുണ്ട്, എല്ലാം മനുഷ്യരാണ്. പക്ഷേ സ്നേഹവും സൗഹാർദ്ദവും പ്രകടിപ്പിക്കുക, കരുണയും സഹാനുഭൂതിയോടുകൂടിയും പ്രവർത്തിക്കുക കഴിയുന്ന ആർദ്രമായ മനസ്സിന് ഉടമകളെയാണ് മനുഷ്യത്വമുള്ളവരെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ എത്ര പെട്ടെന്ന് മൃഗത്തിൻ്റെ സ്വഭാവമാണെന്ന് പറയാൻ കഴിയും, എപ്പോഴാണ് താളം തെറ്റും ജീവിതത്തിൻ്റെ എന്ന് പറയാൻ കഴിയും. അപ്പോൾ മനുഷ്യ സ്വഭാവത്തോടുകൂടി നമ്മളെല്ലാവരും കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സമാധാനം, നമുക്കുണ്ടാകുന്ന സുരക്ഷിതത്വം എത്രയായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. താക്കോൽദാന ചടങ്ങിൽ രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കുന്ന വീടുകളുടെ 6 ഗുണഭോക്താക്കൾക്കുള്ള സമ്മതപത്ര വിതരണവും നടന്നു. CMN ട്രസ്റ്റ് ചെയർമാൻ യു പമ്പാവാസൻ നായർ അധ്യക്ഷത വഹിച്ചു. പാടൂർ നടക്കാവ് M സിന്ധു, മായന്നൂർ സ്വദേശിനി M ഉഷാദേവി എന്നിവർക്കാണ് വീടുകളുടെ താക്കോൽ കൈമാറിയത്. ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ്, ഷൊർണൂർ DYSP R മനോജ് കുമാർ, PT നരേന്ദ്രമേനോൻ, സന്തോഷ് കയറാട്ട് എന്നിവർ സംസാരിച്ചു. 2014 രൂപീകരിച്ച് നാളിതുവരെയായി ഒട്ടേറെ സേവന പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റ് നടത്തിയത്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ പ്രമുഖ സംരംഭകനും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ ശ്രദ്ധേയ സാന്നിധ്യവുമായ പമ്പാവാസൻ നായർ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായുള്ള CMN ട്രസ്റ്റ് അതിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് 50 പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ട് അന്തിയുറങ്ങാൻ കഴിയാതെ വലയുന്ന വീട്ടമ്മയ്ക്ക് CPIMന്റെ നേതൃത്വത്തിൽ വീടൊരുങ്ങുന്നു. CPIM പത്രിപ്പാല ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് നഗരിപ്പുറം പനംതൊടി തോട്ടത്തിൽ സത്യഭാമയ്ക്ക് കിടപ്പാടം ഒരുക്കുന്നത്. കഴിഞ്ഞ കാലവർഷക്കെടുതിയിലാണ് സത്യഭാമയുടെ വീട് നിലംപൊത്തിയത്. തുടർന്ന് CPIM പത്തിരിപ്പാല ബ്രാഞ്ച് കമ്മിറ്റിയെ സമീപിച്ചതോടെയാണ് നടപടിയായത്. തകർന്ന വീടിന് സമീപത്ത് പ്ലാസ്റ്റിക് കൂടിൽ കെട്ടിയാണ് വിധവയായ 64-കാരി സത്യഭാമ നാളിതുവരെ താമസിച്ചിരുന്നത്. സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് 7 ലക്ഷം രൂപ ചെലവിൽ 530 സ്ക്വയർ ഫീറ്റിൽ സ്നേഹഭവനമൊരുങ്ങുന്നത്. ഓണത്തിന് മുൻപ് തന്നെ വീട് പൂർത്തീകരിച്ച് കൈമാറും. വീടിന്റെ ശിലാസ്ഥാപനം CPIM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് നിർവഹിച്ചു. ഒരു മഹത്തരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടത്താൻ വേണ്ടിയിട്ട് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രദേശത്തുള്ള പാർട്ടി എന്നുള്ളതിലേക്ക് നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് ആണ്. പിന്നെ അടുത്ത കാലത്തായിട്ട് സജീവമായിക്കൊണ്ടിരിക്കുന്ന BJP ആണ്. കോൺഗ്രസിനെ പോലെയോ BJPയെ പോലെയല്ല CPM എന്നുള്ള രാഷ്ട്രീയ പാർട്ടി. നടത്താൻ വേണ്ടി കഴിയുന്ന കാര്യം മാത്രമാണ് പ്രഖ്യാപിക്കുക. വാർഡംഗം AA ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, ബ്ലോക്ക് അംഗം അബ്ദുൽ മുത്തലവി, TR ശശി, SJN നജീബ്, M ഉണ്ണികൃഷ്ണൻ, K സൈതലവി, OM മുരളി, PK ഉണ്ണികൃഷ്ണൻ, M സുരേഷ്, V മോഹനൻ എന്നിവർ സംസാരിച്ചു. AVM റസാഖ് സ്വാഗതവും PA ഷാജു പത്തിരിപ്പാല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി പെരിങ്ങുളങ്ങര വിഷുവേല വർണ്ണാഭമായി. ശ്രദ്ധേയമായി കോഴിയോട് വേല എഴുന്നള്ളിപ്പും. ദേശവേലകളുടെ സംഗമം ഗ്രാമവീഥികളെ അക്ഷരാർത്ഥത്തിൽ ഉത്സവ തിമിർപ്പിൽ ലയിപ്പിച്ചു. വിവിധ ദേശവേലകൾ വൈകിട്ട് 6:30 ചെമ്പൈ ശിവക്ഷേത്ര മൈതാനിയിൽ സംഗമിച്ച് രാത്രി 8 മണിക്ക് കാവ് കയറി. കാള, കുതിര, ഇണക്കാളകൾ, വിവിധ വണ്ടിവേഷങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, വിവിധ വാദ്യമേളങ്ങൾ എന്നിവ വേല എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. രാത്രി 9:30 വെടിക്കെട്ടുമുണ്ടായിരുന്നു. വിഷുവേലയ്ക്ക് കോഴിയോട് വിഷുവേല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വേല എഴുന്നള്ളിപ്പ് ശ്രദ്ധേയമായി. ഇണക്കാളുകളും വിവിധ വാദ്യോപകരണങ്ങളും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി.
സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ വേല എഴുന്നള്ളിപ്പിനെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം സംഘടിപ്പിച്ചു. അരങ്ങ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച സർഗോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. എല്ലാ കഴിവുകളും നമ്മൾ സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ മക്കൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നോ അതെല്ലാം ഈ കുടുംബശ്രീ സംവിധാനത്തിലുണ്ട്. അപ്പൊ ഈ അരങ്ങ് 2025 പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടു. മങ്കര GHSലെ 1987-88 SSLC ബാച്ചിന്റെ സംഗമം സംഘടിപ്പിച്ചു. മങ്കര ഫോർച്യൂൺ ഹിൽസിൽ നടന്ന സംഗമത്തിൽ 50ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസിയുമായ NM അച്യുതദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KS ഉണ്ണികൃഷ്ണൻ പടിക്കർ അധ്യക്ഷത വഹിച്ചു. TR കുമാരൻ, PK റഷിയമ്മ, മോഹൻ കൊയിലത്ത്, ശാന്തി എന്നിവർ സംസാരിച്ചു. PM ജയചന്ദ്രൻ സ്വാഗതവും രാമു കോട്ട നന്ദിയും പറഞ്ഞു. ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. രണ്ടാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, കാരണം കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടായിരുന്നില്ല, അതെനിക്ക് ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ഏതെല്ലാം നഷ്ടങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടങ്ങളിൽ ഒന്ന് അതായിരിക്കും എന്നുള്ളത് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് തമ്മിൽ സംസാരിക്കുക പോലും ചെയ്യാതെ വെറും പുസ്തക പൂക്കളായിക്കൊണ്ട് ഇരുന്നു കൊണ്ട് നമ്മൾ പോകും. അങ്ങനെയുള്ള ആ ഒരു സന്ദർഭമായിരുന്നു നമുക്ക് അന്ന് അതിനെപ്പറ്റി ഇത്രയോളം നമുക്ക് ചിന്തിക്കാനുള്ള ശക്തിയും അന്നുണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമായിരുന്നു. മലമ്പുഴ ITIയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച പശ്ചാത്തല സൗകര്യ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഏപ്രിൽ 22 നടക്കും. 43 കോടി 39 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ആദ്യഘട്ടം പൂർത്തീകരിച്ച കെട്ടിടങ്ങളാണ് ഉദ്ഘാടനത്തിനൊരുങ്ങിയിരിക്കുന്നതെന്ന് മലമ്പുഴ MLA A പ്രഭാകരൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയും മറ്റ് വ്യവസായ പാർക്കുകളും യാഥാർത്ഥ്യമാകുന്നതോടെ മലമ്പുഴ ITIയുടെ പ്രസക്തി വർദ്ധിക്കും. 10 ക്ലാസ് മുറികൾ, ഓഫീസ്, RI സെന്റർ, കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയായ കെട്ടിടം പ്രവർത്തന സജ്ജമാണ്. പശ്ചാത്തല വികസനത്തിനാവശ്യമായ സ്ഥലലഭ്യതയുള്ള മലമ്പുഴ ITIയിൽ കൂടുതൽ പദ്ധതികൾക്കും ട്രേഡുകൾക്കും അംഗീകാരം ലഭിക്കാൻ അനുമതി തേടിയിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്കും അപ്രന്റീസുകൾക്കും ഏറെ പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ RI സെന്ററിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞത് നേട്ടമാണെന്നും A പ്രഭാകരൻ MLA പറഞ്ഞു. വികസനത്തിന് ഒരു വലിയ സാധ്യത ഈ സ്ഥാപനത്തിന്റെ ഇന്നത്തെ പശ്ചാത്തല സൗകര്യ വികസനത്തോടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതോടൊപ്പം ഒരു RI സെന്റർ 1 കോടി രൂപയാണ് നീക്കി വെച്ചത്. 74 ലക്ഷം രൂപയുടെ ചെലവായിരുന്നു. അതിന്റെ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ 2 കെട്ടിടങ്ങളിലേക്ക് കൂടി ഉദ്ഘാടനം, RI സെന്ററും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ ITI മലമ്പുഴ ITI ഉയർത്തുന്നതിനുള്ള ആ സ്ഥാപനത്തിന്റെ കെട്ടിടങ്ങൾ പൂർത്തിയായതിന്റെ ഉദ്ഘാടനമാണ് 22-ാം തീയതി രാവിലെ 12 മണിക്ക് നടത്താൻ പോകുന്നത്. എന്തുകൊണ്ടും അത് ഈ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന സ്ഥാപനമായി മാറുകയാണ്. പറഞ്ഞു വരുന്നത് ITI എന്ന് പറയുന്നത് ഇപ്പോൾ മികവാർന്ന ഈ കേരളത്തിലെ പിന്നെ മെച്ചപ്പെട്ട ITIകളിൽ ഒന്നാണെന്ന് മാത്രമല്ല, ചില കാര്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ് മലമ്പുഴ ITI. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒരു ഉദ്ഘാടന പരിപാടി വളരെ ഗംഭീരമാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിൻസിപ്പാൾ A രാജേഷ്, RI സെന്റർ ട്രെയിനർ KP സ്വാദത്ത്, ട്രെയിനർ ശ്രീജിത്ത്, PTA പ്രസിഡന്റ് സുനിൽ രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BMS വള്ളത്തോൾ നഗർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KR ഗണേശൻ അനുസ്മരണം നടത്തി. ചടങ്ങിൽ BMS മേഖലാ പ്രസിഡന്റ് സനിലൻ അധ്യക്ഷത വഹിച്ചു. BMS മേഖലാ പ്രസിഡന്റ് VC സനിലൻ അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന കമ്മിറ്റി അംഗം KN വിജയൻ, ജില്ലാ ട്രഷറർ വിപിൻ മംഗലം, സംസ്ഥാന സമിതി അംഗം AC കൃഷ്ണൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം മണ്ഡൽ കാര്യവാഹക് VB പ്രവീൺ, ഭാരതീയ ജനതാ പാർട്ടി വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് MA രാജു, BMS മേഖലാ വൈസ് പ്രസിഡന്റ് KP സാവിത്രി, അജിത SN നഗർ, സുനിത SN നഗർ എന്നിവർ സംസാരിച്ചു. ചെയ്യാൻ പറ്റുന്ന കാര്യം തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുങ്ങൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അവരുടേതായ എന്തെങ്കിലും രേഖകൾ വാങ്ങിക്കുക, അവരുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്ന് ഗണേശൻ എപ്പോഴും പറയും. സത്യത്തിൽ ഗണേശൻ നല്ലൊരു സംഘാടകനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പല ഭാഗത്തും ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഏൽപ്പിച്ച കാര്യങ്ങൾ പലപ്പോഴും എന്തെങ്കിലും BMSന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട്
ഏതെങ്കിലും തൊഴിലാളികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടാൽ ക്ഷേമ ബോർഡുമായി ബന്ധപ്പെടേണ്ട കാര്യങ്ങളുടെ അവിടുത്തെ പ്രായോഗികതയൊന്നും ഗണേശന് അറിയില്ല. മറിച്ച് അത് തന്നിട്ട് എത്ര ദിവസമായി. ചടങ്ങിൽ BMS മേഖലാ സെക്രട്ടറി സോമസുന്ദരൻ സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി KP ശബരിനാഥൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് VT ശങ്കരനെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് PK ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. VT നാരായണൻ, കോടിയിൽ രാമകൃഷ്ണൻ, പ്രേമലത, TP മുസ്തഫ, PK സുഭാഷ്, C ജയൻ, VT സോമൻ, സുബിൻ, അബു താഹിർ, രവികുമാർ, VT ജയദാസൻ എന്നിവർ സംസാരിച്ചു. മാറ്റലി. സംസ്ഥാനത്ത് ലഹരി വ്യാപനം വലിയ സാമൂഹ്യ വിപത്തായി മാറിക്കഴിഞ്ഞു. ലഹരിക്കെതിരായ ഭരണാധികാരികളുടെ നിലപാടിൽ ആത്മാർത്ഥതയില്ലാത്തതാണ് ഈ അവസ്ഥയിലേക്ക് നാടിനെ നയിച്ചതെന്ന നിരീക്ഷണം പ്രസക്തമാണ്. ലഹരിക്കെതിരെ പലപ്പോഴും അധികാരികൾ കണ്ണടയ്ക്കുന്നുണ്ടോ? മാറ്റലിയിലേക്ക്. ഇതിപ്പോൾ യാത്രകളിൽ യുവാവും യുവതിയും ഭാര്യയും ഭർത്താവിനെ പോലെ ബസ്സുകളിലടക്കം സഞ്ചരിച്ച് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നു. യുവാക്കളാണെങ്കിൽ പോലീസ് വാഹനത്തിൽ അല്ലെങ്കിൽ എക്സൈസ് വാഹനത്തിൽ വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി റെയിലുകൾ കേന്ദ്രീകരിച്ച് ദൂരെ നിന്ന് ആരെങ്കിലും നടന്നു വരുന്നത് കണ്ടാൽ പോലും ഒളിഞ്ഞു മാറാൻ കഴിയുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ മെനയുന്നു. മയക്കുമരുന്നാണെങ്കിൽ ഒരാളുടെയും വീടുകളിൽ തപ്പിയാൽ കിട്ടില്ല. പരമാവധി ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ട് അവിടെ നിന്ന് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇൻ്റർനാഷണൽ ലോബിയാണ് മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ പുറകിൽ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പല ഗവൺമെൻറ്റുകളും ഇപ്പോൾ മാറി മാറി വന്നല്ലോ. ഓരോ ഗവൺമെൻറ് ഭരിക്കുമ്പോഴും മയക്കുമരുന്ന് മാത്രം നിർത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പണ്ട് കഞ്ചാവ്, ചരസ്, പത്തടിൻ ഇങ്ങനെ കുറേ പേരുകൾ കേട്ടാം. ഇപ്പോൾ അത് MDMA അടക്കമുള്ള മറ്റ് ചില പേരുകൾ വന്നിരിക്കുന്നു. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് മയക്കുമരുന്ന് മാറുന്നു, അതിൻ്റെ ബിസിനസ് ലോബിയും മാറുന്നു. ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി കച്ചവടക്കാർ അതിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നു. അപ്പോൾ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ജോലിക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് അവർ പരമാവധി പിടിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഗവൺമെൻറ് വീഴ്ചയാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. വിപത്ത് കേരളത്തിൽ വളരെ വലുതാണ്, അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരികൾ അത് മുന്നേ നോക്കാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അതായത് ഇതൊരു സീരിയസ് ഇല്ലാതെ വിട്ടു. ഇപ്പോൾ സീരിയസ് ആയ സമയത്ത് എന്താ വെച്ചാൽ ചെറിയ കുട്ടികളിലും കൂടി ഇത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നിർത്തലാക്കേണ്ടത് തന്നെയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് ചെറിയ കുട്ടികളുടെ അടക്കം ലഹരി വ്യാപനം ഉണ്ട്, അവരുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്കൂൾ തലത്തിൽ തന്നെ ഇതിനൊരു നിരീക്ഷണം ഏർപ്പെടുത്തി വേണ്ട വിധത്തിൽ ഇതിനെ നമ്മൾ മുന്നിട്ട് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വരും തലമുറയിൽ ഇതൊരു വലിയൊരു വിപത്തായിട്ട് മാറും. അത് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള വലിയൊരു വിപത്ത് തന്നെയാണ് വരാൻ പോകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിനെതിരെ സമരം ശക്തമാക്കി കോൺഗ്രസ്. സ്ഥാപനം പ്രവർത്തിക്കുന്ന മാട്ടായിയിൽ രണ്ടാം ഘട്ട സമര പരിപാടികൾ തുടങ്ങി. തട്ടിപ്പിന് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടിയുണ്ടാകും വരെ സമരം തുടരുമെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കീഴിലുള്ള പനമണ്ണ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP. ആവശ്യമുന്നയിച്ച് BJP വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. റോഡിൽ കുത്തിയിരുന്ന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അമ്പലപ്പാറ കണ്ണമംഗലത്ത് മധ്യവയസ്കനെ സുഹൃത്ത് വെട്ടിക്കൊന്നത് മദ്യലഹരിയിലെന്ന് പോലീസ്. കടമ്പഴിപ്പുറം സ്വദേശി രാമദാസ് കൊല്ലപ്പെട്ടത് ഇന്നലെ വൈകിട്ട്. പ്രതി കണ്ണമംഗലം സ്വദേശി ഷൺമുഖനെ പോലീസ് പിടികൂടിയത് മണിക്കൂറുകൾക്കകം. ഇൻക്വസ്റ്റ് നടപടികൾ ശനിയാഴ്ച രാവിലെ പൂർത്തിയായി. കോട്ടായി പെരിങ്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ വെടിക്കെട്ട് അപകടത്തിൽ 7 പേർക്ക് പരിക്ക്. അപകടം ഓലപ്പടക്കത്തിൽ നിന്ന് തീപ്പൊരി കരിമരുന്നിലേക്ക് തെറിച്ച്. പലർക്കും പരിക്കേറ്റത് സമീപത്തെ കെട്ടിടത്തിലെ ഓട് തെറിച്ച്. മലമ്പുഴ ഡാമിനോട് ചേർന്ന് സ്ഥാപിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് വിഷയത്തിൽ പ്രതികരണവുമായി A പ്രഭാകരൻ MLA. മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് കരുതുന്നില്ല. എതിർപ്പ് ഏതു പദ്ധതിയെയും ആദ്യം എതിർക്കുന്നവരുടെ ഭാഗത്തുനിന്നു മാത്രമെന്നും MLA. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് തടയാൻ തടസ്സമാകുന്നത് കേന്ദ്ര നിയമങ്ങളെന്നും A പ്രഭാകരൻ. RSS നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്. ആഭ്യന്തരം നിയന്ത്രിക്കുന്നത് വത്സൻ തില്ലങ്കേരി. എത്ര കേസെടുത്താലും വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടം തുടരുമെന്നും KS ജയഘോഷ്. പിരായിലെ പെട്രോൾ പമ്പ് കവർച്ചാ കേസ് അന്വേഷണത്തിനിടെ തെളിഞ്ഞത് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന മോഷണ കേസുകൾ. കേസുകൾക്ക് തുമ്പുണ്ടായത് പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലായ പ്രതി ചാവക്കാട് സ്വദേശി റിംഷാദിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ. പമ്പ് കവർച്ചാ കേസിൽ തൊണ്ടി മുതൽ വിൽക്കാൻ പ്രതിയെ സഹായിച്ച പാലക്കാട് സ്വദേശിനിയും അറസ്റ്റ്.
പ്രാർത്ഥനയോടെ ക്രൈസ്തവ സമൂഹം. വിശുദ്ധ വാരാചരണത്തിന് സമാപ്തി കുറിച്ച് ഞായറാഴ്ച ഈസ്റ്റർ. ഉയർപ്പ് തിരുനാൾ പ്രത്യാശയുടെ ഉത്സവം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.